പ്രൈസലോ കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. 103 സങ്കീർത്തനം എന്റെ 1-ാമത്തെ വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. വളരെ സുപരിചിതമായ വാക്യമാണ് നമ്മൾ വായിച്ചത്. മാത്രമല്ല 103 സങ്കീർത്തനം നല്ലൊരു ശതമാനം ആളുകൾ കാണാതെ പഠിക്കാറുണ്ട്. പ്രത്യേക സാഹചര്യ സന്ദർഭങ്ങളിൽ നാം മീറ്റിങ്ങിലും പ്രാർത്ഥനയിലും നമ്മൾ ചില ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴൊക്കെ ഈ വചനങ്ങൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ അതിശ്രേഷ്ഠമായ ഒരു സങ്കീർത്തനമാണ് 103 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. കാപട്യമില്ലാത്ത ആദരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. പ്രൈസലോ. ദാവീദിന്റെ വാർദ്ധക്യകാലത്ത് എഴുതിയത തന്റെ ജീവിത സായാഹ്ന വേളയുടെ അടുത്തപ്പം താൻ ഈ സംഗീതം രചിച്ചുവെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ഹല്ലേലൂയ. നമുക്കും ഇതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്നുള്ളതാണ്. പ്രൈസലോ. അപ്പോൾ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും സ്തോത്രത്തിനും യോഗ്യനായവൻ ഒരുവൻ മാത്രം, അവൻ യേശുക്രിസ്തു മാത്രമാണെന്ന് ഈ ലോകത്തോട് കാലാകാലങ്ങളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ സത്യമാണ്. അല്ലെങ്കിൽ സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സ്തോത്രം യോഗ്യനായ ഒരുവൻ കാൽവരിക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവൻ. ഹല്ലേലൂയ. കൂടാതെ തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്നവൻ. സ്തോത്രം. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ 1000 ആണ്ട് ഈ ഭൂമിയെ വാഴാൻ പോകുന്നവൻ. ഈ ഭൂമി ജനിച്ച സകല ജനത്തെ ന്യായം വിധിക്കുന്നവൻ. സ്തോത്രം. അങ്ങനെ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കുന്ന സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ നമ്മളോട് ആരും പറഞ്ഞു തരരുത്. പ്രൈസലോ. നമ്മളോട് ആരും പറഞ്ഞു തരരുത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടാ പാസ് അങ്ങനെ പറഞ്ഞത്? ഒരാള് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. അങ്ങനല്ല. ദൈവത്തെ സ്തുതിക്കുവാൻ ഒരാളുടെ പ്രേരണയല്ല നമുക്ക് ആവശ്യം. എന്നാൽ പ്രേരണ ആവശ്യമാണ്. ചില സാഹചര്യങ്ങൾ നമ്മളത് പറഞ്ഞു കൊടുത്ത് അവരെ കണ്ട് ചെയ്യിപ്പിക്കണം. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. തന്റെ സ്വന്തം മനസ്സിനോട്, സ്വന്തം ഹൃദയത്തോട് പറയും എൻ മനമേ എന്ന് പറഞ്ഞാൽ പുള്ളിയോട് തന്നെ പറയുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അപ്പൊ ആരെയും പറഞ്ഞു കൊടുത്ത് പ്രേരിപ്പിച്ചതാണോ? അല്ല. തന്റെ ജീവിത സായാഹ്ന വേളകളിൽ ജീവിതം വാർദ്ധക്യത്തിലേക്കടുത്ത് താൻ ഈ ലോകം വിട്ടു പോകും, തന്റെ മരണമൊക്കെ അടുത്ത് വന്നുവെന്ന് ഒരുപക്ഷെ ഈ ഭക്തന് ഹൃദയത്തിൽ ചിന്തിച്ചു കാണും. അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള വലിയൊരു ആഹ്വാനം താൻ തന്നിൽ തന്നെ കണ്ടെത്തിയിട്ട് തന്നോട് തന്നെ സംസാരിക്കുക. ഹല്ലേലൂയ. അപ്പം ആലയ ആരാധനയുടെ അന്ത്യത്തിൽ ചില സഭകളിൽ പാസ്റ്റർമാര് ഈ വാക്യം ഏറ്റുപറയുകയും വിശ്വാസികളെ കൊണ്ട് പറയിപ്പിക്കുകയും അവസാനം പ്രാർത്ഥിച്ച് ആശീർവാദം ചെയ്യുന്ന അനവധി സഭകളും മീറ്റിങ്ങുകളും ഉണ്ട്. പ്രൈസലോ. അത് സ്തുതിയിൽ മഹത്വമുണ്ട്. നാം ദൈവത്തെ സ്തുതിക്കുന്നതിനകത്തും മഹത്വമുണ്ട്. സ്തുതിക്കകത്ത് ശക്തിയുണ്ട്. കർത്താവിനെ സ്തുതിക്കുമ്പോൾ സ്തുതികളുടെ മധ്യ വസിക്കുന്ന രാജാവ് സ്തുതിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. പ്രൈസലോ. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്തുതികളിൽ വസിക്കുന്ന രാജാവായ ദൈവം നിങ്ങളുടെ സ്തുതികളിൽ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. സ്തുതിയിൽ വലിയ വിടുതലുകളുണ്ട്. ദൈവത്തെ സ്തുതിക്കകത്ത് വലിയ വിടുതലുകളുണ്ട്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങളുണ്ട്. യോശുവയും തന്നോട് കൂടെയുള്ളവരും യെരിഹോ മതിലെ 6 ദിവസം ചുറ്റി, 7-ാം ദിവസം അവർ 7 പ്രാവശ്യം ചുറ്റി ദൈവത്തെ സ്തുതിച്ചെന്ന് പറഞ്ഞ കാഹളം ഊതിയപ്പോൾ യെരിഹോവിന്റെ വലിയ മതിൽ വീണു എന്നുള്ളതാണ്. പ്രൈസ്. അപ്പൊ സ്തുതിക്കകത്തുണ്ട് വിടുതലുണ്ട്, അത്ഭുതങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ സ്തുതിക്കും തോറും എതിയും അഭിഷേകവും ശക്തിയും നമ്മളിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുന്നോ അത്രമാത്രം ദൈവത്തിന്റെ സ്തുതികളും അഭിഷേകവും നമ്മുടെ മേൽ ഇറങ്ങി വരാൻ തുടങ്ങും. ഹല്ലേലൂയ.
അപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിനകത്ത് അല്ലേലിയ വിട്ടുവീഴ്ച വരുത്തരുത്. സ്തോത്രം, അല്ലേലിയ. എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ്. അല്ലേലിയ. ഈ കാണുന്ന വാനാദി വാനങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സൂര്യചന്ദ്ര നക്ഷത്രാദികളെ എല്ലാം സൃഷ്ടിച്ച് മനുഷ്യന് ആവശ്യമായ പ്രകാശം മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം തന്ന് ജീവനിക്കുവാനുള്ള എല്ലാം തന്ന് ജീവന് ഭക്തിക്കും എല്ലാം തന്ന് നമുക്ക് ഡെയിലി ശ്വസിക്കുവാനുള്ള ഓക്സിജൻ തന്ന് വായു തന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാ. രക്തം ചെയ്യും എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സങ്കടവേളയിലേക്ക് ഇറങ്ങി വരുന്നവൻ യേശുവാ. നിന്റെ ഹൃദയവേദനയിലേക്ക് ഇറങ്ങി വരുന്നവൻ യേശുവാ. നിന്റെ ദുഃഖവേളയിലേക്ക് ഇറങ്ങി വരുന്നവൻ യേശുവാ. നീ ഭാരപ്പെട്ട് കരഞ്ഞു കലങ്ങിയിരിക്കുന്ന മനസ്സിന്റെ ഉടമയാണോ? നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഭൂമിയിൽ ആരെയും കണ്ടില്ലെന്ന് വന്നേക്കാം, പക്ഷെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ലേറിയ. അവന്റെ ആശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 66 അധ്യായം വായിക്കും 13 വാക്യത്തിൽ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവൻ ഒരുവനുണ്ട്, അവൻ യേശു കർത്താവാണ്. ഈശ്വരോ, വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട് തകർന്നിരിക്കുന്ന മനസ്സുകളോട് പറയട്ടെ, ജീവിതം നിരാശപ്പെട്ടിരിക്കുന്നവരോട് പറയട്ടെ, നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക, ചില അത്ഭുതങ്ങളെ നിനക്ക് കാണാൻ കഴിയും. അല്ലേലിയ. അപ്പൊ 103 സംഘത്തിലെ ആദ്യത്തെ വചനവും അതിന്റെ അവസാനത്തെ വചനവും നമ്മൾ വായിച്ചാൽ എന്നെ യഹോവയെ വാഴ്ത്തുക എന്നുള്ളതാണ്. അല്ലേലിയ, സ്തോത്രം. അപ്പൊ 103 സംഘത്തെ ആദ്യത്തെ വാക്യവും അതിന്റെ അവസാനത്തെ വാക്യം എന്താണ്? അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എന്മനവേ യഹോവയെ വാഴ്ത്തുക. അവസാനം കൊണ്ട് ഒരു ഉപസംഹാരമായിട്ടൊരു ആശീർവാദമായിട്ട് പറഞ്ഞു നിർത്തുന്നതും എന്മനവേ യഹോവയെ വാഴ്ത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പത്രം വായിക്കുമ്പോൾ ഞാനും എന്നോട് തന്നെ പറയാറുണ്ട്, കർത്താവെ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ആരുടെയും പരപ്രേരണ കൂടാതെ സ്വന്തം മനസ്സിൽ ആ പ്രേരണ എപ്പോഴും തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. എന്ന് പറഞ്ഞ് ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, അത്യുന്നതനായ ദൈവത്തെ ആത്മാർത്ഥതയോടും ഹൃദയംഗമായും നാം വാഴ്ത്തപ്പെടാനാണ്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം ഇന്ന് പറയുന്നത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ നമ്മൾ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് വേണം നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്തോത്രം, നമ്മൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് തന്റെ ചിറക് വിരിക്കും. ഹല്ലേലൂയ. അവൻ തന്റെ ചിറകിൽ നമ്മെ സൂക്ഷിക്കുന്നതാണ്, തന്റെ തൂലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുമെന്നൊക്കെയാ. അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ കഴിയും, സർവശക്തി നിലയിൽ പാർക്കുവാൻ ചെയ്യും. എന്ത്? നമ്മുടെ കഷ്ടവേളകളിൽ, നമ്മുടെ ദുഃഖവേളകളിൽ, നമ്മുടെ നിരാശ വേളകളിലൊക്കെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ ഏതെല്ലാം വിഷയത്തിൽ നിന്ന് സങ്കടപ്പെട്ടിരിക്കുന്നോ അതിന്റെ നടുവിലേക്ക് യേശു വരാൻ ആഗ്രഹിക്കുക. നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളിലേക്ക് യേശു വരാൻ ആഗ്രഹിക്കുക. ഭൂമിയിൽ ആരും നിന്റെ കണ്ണുനീര് തുടങ്ങാനില്ലാതിരിക്കുമ്പോൾ നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. നയീനിലെ വിധവയുടെ മകനെ കുറിച്ച് നമുക്കറിയാം. അവൻ മരിച്ചുപോയി. ആ അമ്മയ്ക്ക് ഏക മകനായിരുന്നു. ആമേൻ. അല്ലയോ, നയീനിലെ വിധവയുടെ മകന്റെ ബോഡിയുമായി അവൻ മഞ്ചത്തിൽ നടന്ന് കടന്നു വരുന്ന വഴിക്ക് നൈലിൽ കൂടെ യേശുവും ഒരു കൂട്ടം ജനങ്ങളും മറുവശത്തോടെ ഒരു ഘോഷയാത്ര. യേശു ആ വഴി അവിടെ വന്നപ്പോൾ അവിടെ നിന്നു. അവൻ മഞ്ചത്തെ തൊട്ടു. നൈലിയുടെ വിധവിയുടെ മകനെ ഹല്ലേലൂയ ജീവനോടെ ആ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തുവന്ന് ഹല്ലേലൂയ നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആ നൈലിലെ വിധവിയുടെ കണ്ണുനീര് തുടച്ചൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ അവൻ വിശ്വസന. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്ന ദൂത്, നീ മരിച്ച അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനുഭവമാണ്. മരണമല്ലെങ്കിലും മരണസമാനമായ ചില സാഹചര്യത്തിൽ നിന്റെ കുടുംബവും നിന്റെ ജീവിതമായിരിക്കുന്നതിന്റെ നടുവിൽ യേശു ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു പുതുജീവനെ നൽകുവാൻ യേശു ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്മനവേ യഹോവയെ വാഴ്ത്തുക എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ മനം കൊണ്ട് നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ആമേൻ. കർത്താവിന്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. അപ്പം 103 സംഖ്യ 1 വാക്യം 34 വാക്യം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബാരാധനയിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിനും സഭാ ജീവിതത്തിനകത്തും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കണം.
നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ സഭാജീവിതത്തിൽ, നിങ്ങളുടെ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസലോടല്ലേ. നമുക്ക് കാലം അധികം ഇല്ല സ്വഭാവേ, നമുക്ക് ഇനി അധികം നാളുകളോട് ജീവിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ മരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. നാം ശരീര ബലഹീനരായി മാറിക്കൊണ്ടിരിക്കുക. പ്രശ്നങ്ങൾക്ക് പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. രാഷ്ട്രങ്ങളുടെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുക. ഭരണ സംവിധാനങ്ങളുടെ സ്ഥിതി മാറുന്നു. മനുഷ്യന്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലേലിയ. കേരളം ഭാരതമൊക്കെ ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുക. അല്ലേലിയ. അങ്ങനെയല്ലേ? കേരളവും ഭാരതമൊക്കെ ഒരു ശവപ്പറമ്പായിക്കൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും അക്രമങ്ങളും അരാജകത്വങ്ങളും അല്ലെങ്കിൽ കുലപാതകങ്ങളും കൊല്ലയും കൊല്ലുന്നതുമല്ലാതെ എന്താ ഇവിടെ നടക്കുന്നത്? അപ്പം അത് തന്നെ ലോകരാജ്യങ്ങൾ നോക്കിയാലും ഒരു ശവപ്പറമ്പിന്റെ അനുഭവത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ ദൈവത്തെ സ്തുതിക്കണം. അല്ലേലിയ. നിനക്ക് ലഭിച്ച സമയത്തിനകത്ത് നിന്റെ സമയത്തെ ദുർവിനിയോഗം ചെയ്യാതെ, അല്ലേലിയ, ലഭിച്ച സമയം നീ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. അല്ലേലിയ. ഈ ലോകത്തിന്റെ ആർഭാട ജീവിതത്തിനകത്ത് ജീവിച്ച് ഇവിടുത്തെ സൗധങ്ങളിൽ പാർത്തുകൊണ്ട് ഇവിടുത്തെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സുഖലോലുവ ജീവിതം നയിച്ച് നിത്യത നീ നഷ്ടപ്പെടുത്തി കളയരുത്. ദാവീദെന്ന് പറയുന്ന മനുഷ്യന്റെ വാർദ്ധക്യ കാലത്തിന്റെ ജീവിത സായാഹ്നത്തോടടുത്ത് താൻ ഈ ലോകം വിട്ട് താൻ മരണത്തോട് ചേരുമെന്നുള്ള ചിന്തകൾ തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയ വചനമാണ് 103-ാം സങ്കീർത്തനം, രക്തജയം. അല്ലേലിയ. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ തന്നെ ആരുടെ ഒത്താശ കൂടാതെ നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങൾ നിൽക്കുന്ന എല്ലാ പ്രവർത്തന മേഖലയും വ്യക്തിപരമായിട്ട് നിങ്ങൾ പറയണം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുക. അല്ലേലിയ. അതൊരു സന്തോഷമാകട്ടോ. അല്ലേലിയ. രോഗക്കിടക്കയിലാണെങ്കിലും, അല്ലേലിയ, മുറിവുണങ്ങാതെ കിടക്കുകയാണെങ്കിലും, മനസ്സിനേറ്റ മുറിവായിരുന്നു, ശരീരത്തിനേറ്റ മുറിവായിരുന്നാലും, നിന്റെ ഹൃദയത്തിനേറ്റ മുറിവായിരുന്നാലും, ലോകം ഇത് സൗഖ്യമാക്കും. ലോകത്തിന് തൊട്ട് സൗഖ്യം തരാൻ കഴിയാതിരിക്കും. നിന്റെ വിശ്വാസത്തിന്, വിശ്വാസ പ്രമാണങ്ങൾക്ക്, നീ പഠിച്ച സിദ്ധാന്തങ്ങൾക്ക്, നീ കടന്നുപോയ മേഖലകളിൽ അവർക്കാർക്കും നിന്റെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടാൻ കഴിയാതെ വരുമ്പോൾ അവൻ നിന്റെ മുറിവുകളെ കെട്ടി സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. അല്ലേലിയ. നമുക്കറിയ എരിഹോവിലേക്ക് പോയ ആ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അല്ലേലിയ. ആ കള്ളന്മാരവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. അല്ലേലിയ. ആ വഴി ലേവ്യൻ വന്നു, അവൻ മാറിപ്പോയി. പുരോഹിതൻ വന്നു, അവനും മാറിപ്പോയി. നല്ല ശബരിക്കാരൻ അതുവഴി വന്നപ്പോൾ എന്ത് ചെയ്തു? നല്ല ശബരിക്കാരൻ തന്നെ വാഹനം നിർത്തി അവിടെ ഇറങ്ങി തന്റെ കയ്യിലുണ്ടായത് എണ്ണയും വീഞ്ഞും പുരട്ടി അവന്റെ മുറിവ് സൗഖ്യമാക്കി ആ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ട് രക്ഷ ചെയ്തു. അല്ലേലിയ. ഒരു രാത്രി അവനോട് കൂടി ഇരുന്ന് പിറ്റേ ദിവസം പോകും പറഞ്ഞു, ഞാൻ മടങ്ങി വരുമ്പോൾ അധികം വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് തരാം. അല്ലേലിയ. ഒരു നിങ്ങൾ 10-30 വായിച്ചിട്ടില്ലേ? അതെന്നാൽ നല്ല ശമരിക്കനായി നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഹൃദയത്തെ മുറിവ് കെട്ടുന്നവൻ യേശുവാ. അല്ലേലിയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന ദൂത്, പല കുടുംബങ്ങൾക്കകത്തും ഹൃദയം നുറങ്ങിയിരിക്കുന്നവരുണ്ട്, ഹൃദയം മുറിഞ്ഞിരിക്കുന്നവരുണ്ട്. കത്തി കൊണ്ട് ശരീരത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നത്, മുറിവേൽപ്പിക്കുന്ന പോലെ വാക്കുകൾ കൊണ്ട് നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച് ആഴത്തിൽ മുറിവേറ്റ് വേദനയോടെ ഇന്ന് ഇരിക്കുന്ന ചില സാഹചര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിലേക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികളോട് പറയട്ടെ, ഹല്ലേലൂയ, ലോകം കത്തി കൊണ്ട് കുത്തുന്നത് പോലെ, കത്തി കൊണ്ട് മുറിക്കുന്ന പോലെ നിന്റെ ഹൃദയത്തെ കീറിമുറിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കി നിന്നെ ആശ്വസിപ്പിക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യന്റെ ചില വാക്കുകൾ ഇരുവായ്ത്തലുള്ള കത്തി കൊണ്ട് കുത്തുന്നത് പോലെ ഹൃദയത്തിനകത്ത് മുറിവേറ്റ അനവധി സംഭവങ്ങൾ എനിക്കുണ്ട്. അല്ലെങ്കിൽ ആ മുറി ഉണങ്ങാതെ ഇരുന്നിട്ട് സന്ദർഭങ്ങളുണ്ട്. അവിടെ ദാവീദിനെ പോലെ വാഴ്ത്തുക എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ മുറിവുകളെ നീക്കി തന്നൊരു യേശുവുണ്ട്. അവൻ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ നീക്കുവാൻ ആഗ്രഹിക്കുക. അല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തെ വ്യക്തിപരമായി സ്തുതിക്കണം. അല്ലേലൂയ.
നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ വചനവാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ 103 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ 35 വാക്യം, അല്ലെങ്കിൽ 22 വാക്യം നമ്മൾ വായിച്ചല്ലോ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവർത്തികളും യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആധിപത്യമാണ് ഈ ഭൂമി മുഴുവൻ. ദൈവത്തിന്റെ ആധിപത്യത്തിന് കീഴിലാണ് ഭൂമി. ഓരോ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഓരോ രാഷ്ട്ര തലന്മാർ ആധിപത്യത്തിന് കീഴിൽ വെച്ചിരിക്കുന്നെങ്കിലും ഈ ഭൂമിയിലെ സകല ആധിപത്യം നമ്മുടെ കർത്താവിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല പ്രവർത്തികളും മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, പക്ഷിപർവ്വജാതികളാകട്ടെ, പ്രകൃതിയാകട്ടെ, വൃക്ഷലതാദികളാകട്ടെ, കടലാകട്ടെ, കരയാകട്ടെ, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാകട്ടെ, എല്ലാം ദൈവത്തെ സ്തുതിക്കണമെന്ന്. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് 104 സങ്കീർത്തനത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ആദ്യ വചനവും അവസാനത്തെ വചനവും എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്നുള്ളതാണ്. അപ്പൊ 104 സങ്കീർത്തനം 1 വാക്യം എന്താണ് പറയുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വം തേജസ് നീ ധരിച്ചിരിക്കുന്നു. സംഗീതക്കാരൻ പറയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ഹല്ലേലൂയ, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. അപ്പൊ ഏറ്റവും വലിയവൻ ആരാ? നാം വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഏറ്റവും വലിയവൻ. അവനേക്കാൾ വലിയവൻ വേറെ എഴുത്തിന് പേര് സഹോദരേ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവനേക്കാൾ വലിയവൻ ആരുമില്ല. അവനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല. അവനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല. ഇനി അവനേക്കാൾ വലിയവനായിട്ട് ഒരുവനും ഉണ്ടാകത്തുമില്ല. ഏറ്റവും വലിയവൻ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, മഹത്വം തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. മഹത്വം തേജസ്സും ധരിച്ച് ഏറ്റവും വലിയവനായ ഒരുവനുള്ളത് യേശുവാണെന്ന് സംഗീതക്കാരൻ പറയുക. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇവിടെ വചനം പറയുന്നത് എല്ലാ നന്മയുടെയും, ഹല്ലേലൂയ, ആദി കാരണം ദൈവമാണെന്ന് ഓർത്ത് അവനെ സ്തുതിക്കണം. എല്ലാ നന്മയുടെയും, നിങ്ങൾക്ക് ലഭിച്ച സകല നന്മയുടെയും ആമേൻ ആദ്യോട് അന്തം അതിന്റെ ഉത്തരവാദി ആരാ? കർത്താവായ യേശുക്രിസ്തുവാണ്. അല്ലെങ്കിൽ നീ ഇവിടെ ജീവിക്കുന്നത്, നീ ശ്വസിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, നടക്കുന്നത്, നിന്നെ സൗഖ്യമാക്കുന്നത്, വിദ്യാഭ്യാസം ചെയ്ത് ജോലി കിട്ടിയത്, സാലറി കാണുവാൻ 2 കരങ്ങളോടും വാങ്ങുവാൻ കഴിഞ്ഞത്, നിനക്ക് കുടുംബം തന്നു, കുടുംബ ജീവിതം തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു. ഹല്ലേലൂയ. നിനക്ക് ശ്രേഷ്ഠമായ സ്ഥാനമാനങ്ങളൊക്കെ തന്ന് നിന്നെ ഭൂമി നിർത്തിയിരിക്കുന്നതെല്ലാം കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച നന്മകൾ മുഴുവൻ നിങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തണം. വീണ്ടും ഹല്ലേലൂയ. ദൈവത്തിന് വചനം 104 സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം എന്താണ്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്നുള്ള. അപ്പൊ 103 ആദ്യവും അവസാനവും 104 ആദ്യ അവസാനവും ഒക്കെ വായിച്ചാൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അപ്പൊ 104 അവസാന ഭാഗം വായിക്കാം. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ അല്ലാതെയാകട്ടെ. അതൊരു വലിയ കാര്യമല്ലേ? പാപികൾ ഭൂമിയിൽ നിന്ന് ഹല്ലേലൂയ മുടിഞ്ഞു പോകട്ടെ. അത് സംഭവിക്കുന്ന കാലഘട്ടമാകട്ടോ. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകും, ദുഷ്ടന്മാർ ഇല്ലാതെയാകുന്ന ഒരു കാലഘട്ടമുണ്ട്. അതേ കർത്താവും തന്റെ വിശുദ്ധന്മാരുമായി കോടാനുകൂടി ദൂതന്മാരുടെ സൈന്യവുമായി സ്തോത്രം ഈ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കാൻ വരുമ്പോൾ ഇവിടെ ഒരു ദുഷ്ടനും കാണത്തില്ല, ഒരു പാപിയും കാണത്തില്ല. ഹല്ലേലൂയ. ഇവിടെ കർത്താവും വിശുദ്ധന്മാരുമായിരിക്കും. അതുകൊണ്ട് സംഗീതക്കാരൻ പറയുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിക്കുവിൻ. ഇവിടെയും സ്തുതിക്കുവാനുള്ള ആഹ്വാനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കഴിഞ്ഞുപോയ ഭാഗത്തെ വചനം ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1:31 പറയുന്നു, എത്രയും നല്ലതെന്ന് ദൈവം കണ്ടതുപോലെ തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി, ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ? കടക്കണിയാൽ ഭാരപ്പെടുകയാണോ? കുടുംബ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ നീങ്ങാതെ കഷ്ടതയുടെ മേൽ കഷ്ടത കൊണ്ട് കടന്നു പോവുകയാണോ? ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കണം. സർവശക്തനായ ദൈവത്തിന് നിന്റെ എല്ലാ വിഷയങ്ങൾക്കകത്തും ഇടപെടാൻ കഴിയും. നിന്റെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയാണോ? മയക്കുമരുന്ന് അടിമയാണോ? ചെടിക ജീവിതം നയിക്കുന്നവനാണോ? നിന്റെ മക്കൾ നിന്നെ അനുസരിക്കുന്നില്ലാത്ത അനുഭവമാണോ? കടക്കണി കൊണ്ട് നീ കടന്നു പോവുകയാണോ? അല്ലെങ്കിൽ നിരാശയാണോ? നിന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലൂടെ നീ
നീ കടന്നുപോയാലും സർവശക്തനായ ദൈവത്തിലേക്ക് വന്ന് മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് സംഗീതക്കാരൻ പറഞ്ഞപോലെ നിന്റെ മനസ്സുകൊണ്ട് നീ തന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ പരപ്രേരണ കൂടാതെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മറ്റാരുടെയും റെക്കമെൻഡ് കൂടാതെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അല്ലേ? അപ്പം പരപ്രേരണ കൂടാതെ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരുടെയും റെക്കമെൻഡ് ഒന്നുമില്ലാതെ കർത്താവ് നിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരും. കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ആരുടെ റെക്കമെൻഡ് വേണ്ട കേട്ടോ. ഹല്ലേലൂയ. കർത്താവിനോട് നേരിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം. നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന, നമ്മുടെ വിഷയങ്ങൾ നേരിട്ട് പറയുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ യേശുക്രിസ്തു മാത്രമാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിഷയം, ദാവീദ് രാജാവ് തന്റെ മനസ്സിനോട് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദാവീദിന് തന്റെ മനസ്സിനോട് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, അവൻ മരുഭൂമി തന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനുമായി സംസാരിപ്പാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അപ്പന്റെ ആടുകളുമായിട്ട് ദാവീദ്, ഹല്ലേലൂയ, ആടുകളെ മേയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. മരുഭൂമിക്ക് സമാനമായ അനുഭവങ്ങൾ. ഒരുപക്ഷെ അമ്മ ഒരുപാട് കാടുകൾ പിടിച്ചു വനം പോലെയുള്ള അനുഭവങ്ങളായിരിക്കാം. അതിനവിടെ കരടിയുണ്ട്, സിംഹമുണ്ട്. അങ്ങനെ മരുഭൂമിയിൽ അപ്പന്റെ ആടുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുമായി സംസാരിപ്പാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവന്റെ സ്നേഹിതന്മാരോ സുഹൃത്തുക്കളോ അവന്റെ അപ്പനോ അമ്മയോ അവന്റെ ജ്യേഷ്ഠന്മാർ 7 പേരുണ്ട്. അവരാരും തന്നോട് കൂടെ മരുഭൂമിയിൽ സംസാരിപ്പാനില്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അതുപോലെ നീ ചില മരുഭൂമിയുടെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ നിന്റെ ഉറ്റവരോടെയും നിന്റെ സന്തത സഹചാരികളും ബന്ധുമിത്രാദികളും നിന്റെ ചങ്കെന്ന് പറഞ്ഞവരൊക്കെ നിന്നോട് സംസാരിക്കാനില്ലാതിരിക്കുമ്പോൾ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവനാണ് യേശു. ഹല്ലേലൂയ. അപ്പം ദാവീദിനോട് സംസാരിപ്പാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവനുണ്ടായിരുന്ന ഒരേ ഒരു സ്നേഹിതൻ അവന്റെ മനസ്സ് മാത്രമായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഈ വരാന്തരത്തിൽ, അല്ലെങ്കിൽ അവൻ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിനോട് സംസാരിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവനുണ്ടായിരുന്ന ഒരൊറ്റ സ്നേഹിതൻ ആരാ? അവന്റെ മനസ്സായിരുന്നു. അതുകൊണ്ടാണ് താൻ തന്റെ മനസ്സിനോട് പറയുക, തന്റെ മനസ്സിനോട് സംസാരിക്കുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഞാൻ അപ്പന്റെ ആടുകളുമായി ഈ വനാന്തരത്തിൽ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്പൻ ഏൽപ്പിച്ച ആടുകളെ കടിച്ചു കീറാൻ വന്ന, ഭക്ഷണമാക്കാൻ വന്ന സിംഹത്തെയും കരടിയും എനിക്ക് നശിപ്പിച്ച ആടുകളെ രക്ഷിച്ച് എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ആടുകൾ ഒന്നിനും കുറയാതെ എല്ലാത്തിനെയും കൊണ്ട് തിരിച്ചെന്റെ ഭവനത്തിലേക്ക് ചെല്ലുവാൻ ഈ മരുഭൂമിയിൽ എന്നെ യോഗ്യനാക്കിയത് അങ്ങ് മാത്രമാണെന്ന് പറഞ്ഞ് തന്റെ മനസ്സിനോട് ആമി സംസാരിക്കുക. അതുകൊണ്ടാണ് തന്റെ മനസ്സ് ദൈവത്തെ സ്തുതി, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അത് നിങ്ങൾക്ക് അങ്ങനെ കഴിയണം. ഹല്ലേലൂയ. അവൻ അപ്പന്റെ കയ്യിൽ അപ്പന്റെ ആടുകളെ, ദാവീദ് മേയ്ക്കുന്ന ആടുകളെ കീറിക്കളയുവാൻ, ഭക്ഷണമാക്കുവാൻ വേണ്ടി സിംഹവും കരടിയും വന്നതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ കീറിക്കളയുവാൻ, നിന്നെ ഭക്ഷണമാക്കുവാൻ, നിന്നെ ഇല്ലായ്മയോ നിന്റെ ഭൂമിയിൽ തുരത്തുവാൻ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ, നിന്റെ ബിസിനസ്സെ തകർക്കുവാൻ, നിന്റെ ജോലി ഇല്ലായ്മയുവാൻ, നിന്റെ നന്മകളെ അപഹരിക്കുവാൻ, നിന്റെ ശരീരത്തെ ബലഹീനമാക്കുവാൻ, നിന്നെ രോഗിയാക്കി മാറ്റുവാൻ സിംഹത്തിന് സമാനമായ, കരടിക്ക് സമാനമായ സാത്താന്റെ തന്ത്രങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നേക്കാം. സിംഹം കടിച്ചു കീറുന്നു, കരടി കടിച്ചു കീറുന്നത് പോലെ നിന്നെ കീറിക്കളയത്തക്ക നിലയിൽ വിചാരിക്കും. പ്രയോജനോ? പക്ഷേ നിന്റെ മനസ്സിനോട് സംസാരിക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞ് നീ മനസ്സിനോട് സംസാരിക്കുമ്പോൾ നിന്റെ ഏകാന്തതയുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നവനായ യേശു രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഈ വചനം ഈ പ്രഭാതത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ചിലരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ എനിക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ മുറിവേറ്റിരിക്കുക, ഒരിക്കലും പൊറുക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ചില വിഷയങ്ങളുമായി താങ്കൾ ഭാരപ്പെടുന്നുണ്ട്. തോളിൽ കൈയിട്ട് ഒന്നിച്ച് നടന്ന നിന്റെ സഹപ്രവർത്തകന്റെ സഹപാഠികൾ തന്നെ ഒറ്റപ്പെടുത്തി നിന്നിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കുടുംബത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങളില്ലേ? ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? ഭാര്യ നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? മക്കൾ നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? ജീവിതം നിരാശയുടെ നടുവിലൂടെയല്ലേ നീ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. ഇന്നലകളിൽ നിന്നോട് കൂടെ യാത്ര ചെയ്ത പലരും നിന്നെ ഒഴിവാക്കിയില്ലേ? ഹല്ലേലൂയ. അങ്ങനെ ഹൃദയത്തിലേറ്റ കഠിന മുറിവോടുകൂടി നീ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, അതിൽ ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ ഏത് വിഷയത്തിലും പരിഹാരം യേശുവാകട്ടോ.
അല്ലെങ്കിൽ നിന്റെ ഏത് വിഷയത്തിലും പരിഹാരം യേശുവാ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്, അല്ലേ? എന്നാൽ എനിക്ക് ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. നിങ്ങളെപ്പോലൊക്കെ തന്നെ ഒരുപാട് ദുഃഖത്തിനടിയിലൂടെ പോകുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്നത് എന്താണെന്നറിയോ? ദാവീദിനെ പോലെ മറ്റാരും സ്നേഹിതന്മാരില്ലാതിരുന്നപ്പോൾ എനിക്ക് സ്നേഹിതനായി ഈ ഭൂമിയിൽ, ഈ മരുഭൂമി യാത്രയിൽ ഒരു സ്നേഹിതനായി എനിക്ക് എൻ്റെ മനസ്സുണ്ട്. എൻ്റെ മനസ്സ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയും, എൻ മനവി പോയി വാഴ്ത്തിന്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മുഴുവൻ എൻ്റെ സർവശക്തനായ, എൻ്റെ സൃഷ്ടമായ, എൻ്റെ വീണ്ടെടുപ്പുകാനായി ദൈവത്തോട് എൻ്റെ സങ്കടങ്ങൾ, ആകുലതകൾ മുഴുവൻ ഞാൻ പങ്കുവെക്കുകയാണ്. അങ്ങനെ പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ആനന്ദമുണ്ടാകും. ഞാൻ കഴിഞ്ഞ ചില നാളുകളായിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ വിഷയങ്ങൾ പലരോടും പറഞ്ഞു, എനിക്ക് ഇതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടതല്ലാതെ ആരും ഒരു മറുപടി പോലും പറഞ്ഞില്ല. അങ്ങനെ ചില വിഷയങ്ങളുമായി വളരെ ഭാരപ്പെടുന്നുണ്ട്. അതിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ മനസ്സിനോട് പറയും, എൻ മനവി പോവുകയെ വാഴ്ത്തുക. കാരണം എൻ്റെ ഭാരങ്ങൾ മറക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ കടന്നു പോകുന്ന മേഖല അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നീ കടന്നു പോകുന്ന മേഖലകൾ യേശുവിന് മാത്രമേ അറിയുള്ളൂ. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടതകൾ വേറെ ആർക്കും അറിയില്ല. മറ്റാരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നില്ല, ഹല്ലേലൂയ. അവരത് അംഗീകരിക്കണമെന്നില്ല, ഉൾക്കൊള്ളണമെന്നില്ല. എന്നാൽ നിന്റെ വിഷയങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗമഹിമകളെ വെടിഞ്ഞിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ, ഹല്ലേലൂയ. സ്വർഗമഹിമകളെ വെടിഞ്ഞിറങ്ങി വന്നവനാ, ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, അത്ഭുതങ്ങളെ ചെയ്യും. എന്തുകൊണ്ട്? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മറ്റാരും സ്നേഹിതനായി ദാവീദിനില്ലാതെ അവന്റെ മനസ്സ് അവന്റെ സ്നേഹിതനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതവന് സന്തോഷമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ തന്നെ ദാവീദ് വനാന്തരത്തിലാണെങ്കിലും തന്റെ മനസ്സ് തന്നെ തന്റെ സ്നേഹിതനായിരുന്നുകൊണ്ട് തന്റെ ദുഃഖവേളകളെല്ലാം സന്തോഷമായി മാറി, തന്റെ പ്രതിസന്ധികളെല്ലാം സന്തോഷമായി മാറി. അവൻ ദൈവത്തെ സ്തുതിച്ചതുകൊണ്ടാണ് 30-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നത്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തെന്റെ രട്ടഴിച്ചെന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു പറഞ്ഞത്. അതേ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ രട്ടഴിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ സന്തോഷം ഉടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടെന്ന് 118-ാം സങ്കീർത്തനം 15-ാം വാക്യം രേഖപ്പെടുത്തുന്നത് പോലെ അത് നിന്റെ വിലാപത്തെ മാറ്റി നിന്റെ രട്ടഴിച്ച് നിന്റെ സന്തോഷം ഉടിപ്പിച്ച് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിനകത്തും ദൈവം തരാൻ വിശ്വസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അത് ഇന്ന് പകൽ ദൈവവചനം കേൾക്കുമ്പോൾ നിന്റെ കഷ്ടങ്ങൾ മാറാൻ പോകുക, നിന്റെ സങ്കടങ്ങൾ മാറാൻ പോകുക, നിന്റെ കടക്കണിയെ ദൈവം മാറ്റാൻ പോകുക, നിന്റെ തകർന്നു പോയ ബിസിനസിനെ ദൈവം യഥാസ്ഥാനപ്പെടാൻ പുനർജീവിപ്പിക്കാൻ പോകുക. ആമേൻ. നിനക്ക് നഷ്ടപ്പെട്ട ജോലിയെ ദൈവം മടക്കി തരാൻ പോകുക, നിനക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ ദൈവം മടക്കി തരാൻ പോകുക, നിന്റെ കടക്കണികളെ ദൈവം നീക്കാൻ പോവുക. കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ദൈവത്തിന്റെ ആത്മാവിന് ചിലത് ചെയ്യുവാനുണ്ട്, രക്തം ചെയ്യും. ദൈവാത്മാവിന് ചിലത് ചെയ്യാനുണ്ടെന്ന്. അല്ലെങ്കിൽ കുടുംബജീവിതം തകർന്ന് ഡിവോഴ്സിന്റെ വക്കിൽ എത്തിയിരിക്കുന്ന സഹോദര സഹോദരി, അതിനകത്തൊരു പരിഹാരമുണ്ടെന്ന്. അല്ലെങ്കിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുതെന്ന് ആമേൻ നമ്മൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദൈവം യോജിപ്പിച്ച നിന്റെ കുടുംബജീവിതത്തെ പോലും വേർതിരിക്കത്തക്ക നിലയിൽ കുടുംബജീവിതത്തിനകത്ത് ചിന്ന ഭിന്നമായ അവസ്ഥകൾ കൊണ്ടൊന്ന്, സംശയങ്ങൾ കൊണ്ടെത്തുന്ന നിന്റെ കുടുംബത്തെ തകർക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നീ ആണോ? അതെ, അവിടെ ഇറങ്ങി വരുവാൻ കർത്താവിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ യേശുവാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് പറഞ്ഞു, ദാവീദ് രാജാവായി മാറിയെങ്കിലും അവന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും മനുഷ്യരോട് പങ്കുവെക്കുവാൻ സാധിക്കാതെ പോയതിന് കാരണം എന്താ? ഒരു രാജാവ് തന്നെ ഇത്രമാത്രം കലങ്ങുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി എത്രമാത്രം ആശ്വാസം നൽകുന്നതിന്. ദാവീദ് ഒരു രാജാവായിരുന്നിട്ട് പോലും തന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒന്നും മാറിപ്പോയില്ല. തന്റെ രാജകൊട്ടാരത്തിൽ തന്റെ മക്കൾ, ഭാര്യ, തന്റെ സഹപടന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരോടൊന്നും തന്റെ വിഷയങ്ങൾ പങ്കുവെക്കാതെ, അവരോടൊന്നും തന്റെ വിഷയങ്ങൾ പറയാതെ, ആമേൻ, തന്നെക്കാൾ ശ്രേഷ്ഠനായ രാജാവ് തനിക്ക് മുകളിലുണ്ടെന്നുള്ള ചിന്താഗതി ദാവീദിന് വന്നപ്പോൾ അവിടെയും ദാവീദ് പറയും, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമ്മളാണെങ്കിൽ പറയും, കൂട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല, കൂടെ ചിന്തിക്കാൻ ആളില്ല, നമ്മൾ കൈത്താകാൻ ആളില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഭാരപ്പെടും. പക്ഷേ ആമൻ രാജാവിന്റെ കൊട്ടാരത്തിൽ അനവധി ആളുകളുണ്ട്. രാജാവിന്റെ കൊട്ടാരത്തിൽ അനവധി ആളുകളുണ്ടെങ്കിലും ആ വിഷയങ്ങളൊന്നും അവരോട് പങ്കുവെച്ചാൽ ഒരു മറുപടി കിട്ടില്ലെന്നുള്ളത് ഈ മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആമൻ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും താൻ പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക.
അല്ലേലിയ. എന്നെ കേൾക്കുന്ന ചില മുഖങ്ങൾ അല്ലിയ നിങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചു കാണിച്ചാലും ചില മുഖങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചു കാണിക്കും. നിങ്ങളെ കാണുമ്പോൾ മുൻപല്ല് കൊണ്ട് നന്നായിട്ട് ചിരിക്കുന്നവർ, മുഖം കൊണ്ട് നന്നായിട്ട് ചിരിക്കുന്നവരുണ്ട്. പക്ഷേ മുൻപല്ല് കൊണ്ട് ചിരിക്കുന്ന പലരും കോമ്പല്ല് കോർക്കുന്നവരായിരിക്കും. അല്ലേലിയ. നിങ്ങൾ അറിയാതെ നിങ്ങൾക്കെതിരെ പല്ല് കടിക്കുന്നവരായിരിക്കും. അല്ലേലിയ. അത് ചില മുഖങ്ങൾ സന്തോഷം കാണിക്കും, പക്ഷേ അവർ ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്നോട് പ്രതികാരമായിരിക്കും. അങ്ങനെ നിങ്ങൾ അങ്ങനൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ശ്രോതാവേ. അങ്ങനൊക്കെ ഞാൻ ഒരുപാട് ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. പലരും എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിരിച്ച മുഖത്തോടെ മുൻപല്ലുകൊണ്ട് ചിരിച്ചു കാണിക്കും. എന്നിൽ നിന്ന് അങ്ങോട്ട് അകന്നു കഴിയുമ്പോൾ എന്നെ കുറ്റം പറയും. അതെന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എന്നെ കുറിച്ച് കുറ്റം പറയും. ഞാൻ മറ്റാരുടെയും കുറ്റം പറഞ്ഞ് നടക്കാൻ പോകാറില്ല. മറ്റൊരു സഭയുടെ മറ്റൊരു ദിവസമാണ് വിഷയം അന്വേഷിച്ച് അവരുടെ കുടുംബജീവിതം അന്വേഷിച്ച് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകത്തില്ല. പക്ഷേ എന്നെ മുൻപല്ലുകൊണ്ട് ഇരിച്ചു കാണിച്ച് കോമ്പല്ലുകൊണ്ട് കോർക്കുന്ന അകത്ത് കടിച്ചു കയറുന്ന സ്വഭാവമുള്ള ഒരു പലരുമുണ്ട്. എൻ്റെ ഏരിയ. അപ്പോൾ ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരു ദോഷം ചെയ്ത് ജീവിക്കാറില്ല. കർത്താവിനെ അറിഞ്ഞ് കാണുന്നതുകൊണ്ട് സന്തോഷത്തോടുകൂടി ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തിന്റെ നന്ദി പറയാൻ ആഗ്രഹിക്കുക ഞാൻ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെപ്പോലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അത് ജീവിതമാണോ പ്രശ്നങ്ങളുണ്ട്, ജഡത്തിനാണോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം, രക്തം ചെയ്യാം. എന്നെ കേൾക്കാൻ മാതാവേ, നിന്റെ ഹൃദയം അറിയുന്നവൻ യേശുവാകട്ടോ. ലേരിയ. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ യേശുവാ. അവൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഇറങ്ങി വരുന്നു. എന്നെ കേൾക്കുന്ന പിതാവി, സഹോദര, യുവക്കന്മാരോട് പറയട്ടെ, എത്ര കാലമായി നീ സങ്കടപ്പെടാൻ തുടങ്ങിയിട്ട്. വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരു മാസം തികയുന്നതിന് മുമ്പേ നിന്റെ കണ്ണുനീര് അല്ലെങ്കിൽ ആ ഭവനത്തിൽ വീഴേണ്ടി വന്നില്ലേ? നിനക്ക് തൊരാത്ത കണ്ണുനീരിന്റെ അനുഭവം വന്നില്ലേ? അവിടെയൊക്കെ നീ ഭാരപ്പെട്ട് ഇനി എങ്ങനെ ജീവിക്കും, മുമ്പോട്ട് എങ്ങനെ ജീവിതം കൊണ്ട് കുടുംബം എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ ഒത്തൊരുമിച്ച് സ്വരേറി കടന്നു പോകുന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നില്ല നീ. പക്ഷെ അതിൽ നീ കലങ്ങിപ്പോകരുത്. യേശുവിന്റെ ചുമ്മാട് പറഞ്ഞു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിന്ന് യോഹന്നാൻ സുവിശേഷം 14 പറയുന്ന പോലെ നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പൊ ഈ ഹൃദയം കലങ്ങിപ്പോകാനായിരുന്നെങ്കിൽ ഈ 103 സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ദാവീദ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഹൃദയം കലങ്ങിപ്പോകേണ്ടത്. കാരണം തനിക്കെതിരെ ശൗല് വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുക. മാത്രമല്ല തന്റെ മകൻ അബ്ശലോം തനിക്കെതിരെ വലിയൊരു സംഘം അഹീതോഫെൽ, ദോവേഗ്, ശിമി എന്ന് പറയുന്ന ഒരു വലിയ സംഘം തന്നെ ദാവീദിനെതിരെയുണ്ട്. അല്ലേലിയ. അങ്ങനെ ആ പ്രതിസന്ധികൾ നടുവിൽ ഈ മനുഷ്യൻ അടിപതറാതെ നിന്നതിന്റെ കാരണം എന്താ? കർത്താവ് യഹോവയായ ദൈവത്തിൽ അദ്ദേഹത്തിലുള്ള വിശ്വാസമാണ്. അല്ലേലിയ. സ്തോത്രം. ഏത് വിഷയം വന്നാലും ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏത് പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിന് മുഴങ്ങാലും അടക്കുന്ന ഒരു അനുഭവം ഈ ഭക്തനുണ്ടായിരുന്നു. അതെ, നിന്റെ പ്രശ്നങ്ങൾ നടുവിലേക്ക് നീ ദൈവത്തിന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. അല്ലേലിയ. രാത്രിയും പകലും നിങ്ങൾ ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ, അല്ലേലിയ, നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് നിങ്ങളുടെ ആത്മാവിലേക്ക്, അല്ലേലിയ, സമാധാനം കൊണ്ടുവരും. കർത്താവ് നിങ്ങളുടെ ആത്മാവിലേക്ക് സമാധാനവുമായി കടന്നു വരും. ഹല്ലേലൂയ. അപ്പൊ 42 സങ്കീർത്തനമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 42 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. 42 സങ്കീർത്തനം വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം എന്താണ്? ഹല്ലേലൂയ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകണം. ഈ മനുഷ്യൻ പറയാം, മാൻ നീർത്തോടുകൾക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നല്ലോ, വറ്റി വരണ്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നാവ് വരണ്ട് നിൽക്കുന്ന മാൻ. ഹല്ലേലൂയ. ആ മാന് നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ മാന്റെ ഓട്ടത്തിൽ ദൂരത്തുള്ള ആ നീർത്തോടുകൾ കണ്ടപ്പോൾ അതിലേക്ക് ഓടിയെത്തി തന്റെ ദാഹം തീർക്കാൻ താൻ ശ്രമിക്കുന്നത് പോലെ ദാവീദ് മാൻ നീർത്തോടുകൾക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാവ് നിന്നോട് ചേരുവാൻ. ഹല്ലേലൂയ. മാനിന്റെ ദാഹത്തെ നീർത്തോടുകൾ കരികിലേക്ക് കൊണ്ടുപോയതുപോലെ നിന്റെ ആത്മാവിനെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതിന്റെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, വെള്ളത്തിനായി ദാഹിക്കുന്ന മാൻപേടയെ ദൈവത്തിനായി ദാഹിക്കുന്ന മനുഷ്യഹൃദയത്തോട് താരതമ്യം ചെയ്യുക. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനും ഒരു ദൈവത്തെക്കുറിച്ചുള്ള അഭിവാഞ്ച അവരുടെ ഹൃദയത്തിലുണ്ടായിരിക്കും.
അല്ലെ എന്ന് പറഞ്ഞാൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിരുന്നാലും ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു അഭിവാഞ്ച അവന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. അപ്പം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ വെള്ളത്തിനായിട്ട് ദാഹിക്കുന്ന മാനിനെ പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ നീ ഒരുങ്ങണം. നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് വിട്ടുകൊടുക്കണമെന്നാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷിക്കും, എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന 42-ാം സംഗീതം 5-ാം വാക്യം രേഖപ്പെടുത്തിയിട്ടില്ലേ? ഹല്ലേലൂയ. എന്താണ് സ്തോത്രം? ഹല്ലേലൂയ. നിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കുന്നത് അതിന്റെ പരിഹാരത്തിന് ഏറ്റവും നല്ല പ്രതിവിധിയാ. ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുക. അപ്പൊ നിന്റെ ദുഃഖങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ വേദനകളൊക്കെ നീ തന്നെ നിന്റെ അന്വേഷിക്കണം. നീ തന്നെ അന്വേഷിച്ച് നിന്റെ മനസ്സുകൊണ്ട് തന്നെ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതാണ് സംഗീതക്കാരൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം മൂലമുള്ള സംരക്ഷണ ശക്തിയാണ് നിനക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് എന്റെ ആത്മാവ് നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്തും തന്നോട് ചോദിക്കുക. ദാവീദിന്റെ ആത്മാവ് തന്റെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുക. ഹല്ലേലൂയ. ഞരങ്ങും പറയുക. ഹല്ലേലൂയ. ദൈവത്തെ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷിക്കും, എന്റെ ദൈവമാകും എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ കുറിച്ച് പറയുമ്പോൾ തന്നോട് തന്നെ സംസാരിക്കുക. അത് നിനക്ക് നിന്നോട് തന്നെ സംസാരിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. അപ്പം തന്റെ ആത്മാവിനോട് സംസാരിച്ചതിന് ശേഷം ദാവീദ് കർത്താവിനോട് സംസാരിച്ചു. ഹല്ലേലൂയ. അത് നിന്റെ ആത്മാവിനോട് സംസാരിക്കണം, നിന്റെ മനസ്സിനോട് സംസാരിക്കണം. നിന്റെ മനസ്സിനോട് ആത്മാവിനോട് സംസാരിച്ചിട്ട് നീ ദൈവത്തോട് സംസാരിക്കണം. രക്തം ചെയ്യും. ദൈവത്തോട് നീ സംസാരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും കേട്ടോ. ഹല്ലേലൂയ. കലങ്ങുന്ന ഹൃദയവുമായിട്ടിരിക്കുന്ന മാതാവേ, ശ്രോതാവേ, യേശു നിന്റെ അരികിലേക്ക് വരും. മരിച്ചേക്കാം എന്നോർത്ത് വിഷക്കുപ്പി മേടിച്ചതിന്റെ തലയിണക്കീഴിൽ വെച്ച് കിടക്കുകയാണോ? മരണത്തിന് വേണ്ടി നീ മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവം നിന്നെ വിടുവിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് 1 മണിയൊക്കെ ആ സമയത്ത് ഞാൻ ഗുരുവായൂർക്ക് പോകുമ്പോൾ ഗുരുവായൂർ ഞങ്ങൾ യാത്ര ചെയ്യുന്ന റെയിൽവേ ക്രോസിൽ ഇന്നലെ ഒരു മനുഷ്യൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം ഗുരുവായൂർ ഏതൊരു ബാങ്കിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരാണ്. മാത്രമല്ല അദ്ദേഹം അക്കിക്കാം സ്വദേശിയാണ്, കുന്നംകുളം അക്കിക്ക സ്വദേശിയാണ് പറയുന്നു. ആ മനുഷ്യൻ വന്ന് ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവിടെ ചില സമയത്ത് ഒരുപാട് ആൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഇറങ്ങി ഈ ട്രെയിൻ തട്ടി മരിച്ച വ്യക്തികളെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ എന്താ അതിന്റെ സാഹചര്യം ഒന്ന് കാണാൻ വേണ്ടി ഞാനും ഇറങ്ങിയപ്പോൾ അദ്ദേഹം മുറിവേറ്റ് ട്രെയിൻ പാളത്തിൽ മരിച്ചു കിടക്കുക. ഒരുപാട് പോലീസുകാരുണ്ട്, ആളുകളൊക്കെ ഉണ്ട്. അവർ വന്ന് മകസറൊക്കെ തയ്യാറാക്കിയ ബോഡി അവിടുത്തെ കൊണ്ടുപോകാനൊക്കെ ആംബുലൻസ് ഒക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കടന്നു വന്നു ആ ചിന്തയാണ്. എൻ മനമേ പോയി വാഴ്ത്ത അദ്ദേഹത്തിന് മനസ്സിനോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതെങ്കിൽ, അദ്ദേഹത്തിന് മനസ്സിനോട് ചിന്തിക്കുവാൻ കഴിഞ്ഞതെങ്കിൽ, എൻ്റെ ആത്മാവിധി വിഷാദിച്ച് എൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നത് എന്തെന്ന് അദ്ദേഹം തന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മരണം ഒഴിവാക്കാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അതിലൊന്നും മനുഷ്യൻ തയ്യാറാകാതെ പെട്ടെന്നുണ്ടായ കോപത്തിൽ, പെട്ടെന്നുണ്ടായ വൈശ്യം വൈരാഗ്യത്തിൽ എത്തിയത് പെട്ടെന്ന് തന്റെ മുമ്പിൽ നിൽക്കുന്ന, തനിക്ക് കടന്നു വരാൻ പോകുന്ന പ്രതികൂലങ്ങളെ നോക്കാതെ താൻ ആത്മഹത്യ ചെയ്ത നിത്യ നരകത്തിലേക്ക് പോകുന്ന ചിന്ത തന്റെ ഉള്ളിലേക്ക് കടന്നു വരാതെ പിശാച് പറഞ്ഞ് നീ വണ്ടിക്ക് മുമ്പ് ചാടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ട്രെയിനിന്റെ മുമ്പ് ചാടി കേട്ടോ, മരിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഭാരം തോന്നി ആ വിഷയം കണ്ടപ്പോൾ. ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, കർത്താവേ, ആ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ ആ മരണം ഒഴിവായി കിട്ടിയനെ. അദ്ദേഹം ജീവനോട് ഇരുന്നപ്പോൾ എത്രയോ പ്രാവശ്യം സുവിശേഷം കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം അതിനൊന്നും ചെവി കൊടുത്തിട്ടില്ല. ചെവി കൊടുത്തിരുന്നെങ്കിൽ തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വസിക്കുന്ന മുറിവുകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞനെ. പക്ഷേ അതിനൊന്നും സമയം കൊടുക്കാൻ പലരും ആത്മഹത്യ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇതുപോലെ നീ ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറിയിരിക്കുവാണോ? നിന്റെ മരണം കൊണ്ട് നിന്റെ വിഷയത്തിന് പരിഹാരം വരുന്നില്ല. നിന്റെ മരണം കൊണ്ട് നിന്റെ ശരീരം മാത്രമേ ഇവിടെ തീരും. നിന്റെ ആത്മാവ് ജീവിക്കുക. നിന്റെ ആത്മാവ് ജീവിക്കുന്ന നീ ആത്മഹത്യ ചെയ്യും. ആത്മാവ് നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. നിത്യ നരകത്തിലേക്ക് നിന്റെ ആത്മാവ് പോയി കഴിഞ്ഞ് നീ ഭൂമിയിൽ അനുഭവിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് കഠിനമേറിയ അനുഭവത്തിന് നീ നരകത്തിൽ പോകുന്ന നിനക്കറിയാമോ? നരകത്തിൽ അനുഭവിക്കുന്നത്. അവിടെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ, അവിടെ പ്രശ്നം പരിഹരിക്കാൻ ആരും കാണത്തില്ല. ഇവിടെ നിന്റെ നിസ്സാര വിഷയത്തിന് വേണ്ടി നീ സ്വയം ആത്മഹത്യ ചെയ്താൽ നീ നിത്യ നരകത്തെ കഷ്ടത അനുഭവിക്കും.
ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ സഹോദരന്റെ കുടുംബക്കാരെ ഓർത്തന്നേരം ആ കുടുംബത്തിലുള്ളവർക്കൊക്കെ ആ വിഷയം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഒരു പക്ഷേ കുടുംബത്തിന്റെ വിഷയമായിരിക്കും, ഒരു പക്ഷെ കടക്കണിയായിരിക്കും, സാമ്പത്തിക ഞെരുക്കമായിരിക്കും, ഏതുമാകട്ടെ, നിന്റെ വിഷയം ഏതുമാകട്ടെ, നീ ആത്മഹത്യ ചെയ്യരുത് കേട്ടോ. ഹല്ലേലൂയ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ശ്രോതാവേ. ദാവീദിനെ പോലെ നീ പ്രാർത്ഥിക്കാൻ യഹോവയെ വാഴ്ത്തുക. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങും തീർത്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയുടെ ദൈവമാകുന്ന എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് ഭക്തൻ പറഞ്ഞതുപോലെ നിന്റെ പ്രശ്നങ്ങൾ നീ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ നീ ദൈവത്തെ സ്തുതിച്ച കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്. സ്തോത്രം. 42-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് വീണ്ടും, എന്റെ ആത്മാവേ നീ എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ യോർദാൻ പ്രദേശം ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ഹല്ലേലൂയ. ഇവിടെയും മറ്റും പറയാ, എന്റെ ആത്മാവി നീ അല്ലെ, എന്റെ ആത്മാവി, എന്റെ ദൈവമേ, എന്റെ ആത്മാവി എന്നിൽ വിഷാദിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ യോർദാൻ പ്രദേശങ്ങളിലും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലിലും വെച്ച് നിന്നെ ഓർക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പ്രിയരെ? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്ന വിഷാദം നിറഞ്ഞ ആത്മാവിന് ദൈവത്തിന്റെ ഓർമ്മയാണ് ചൈതന്യം പകരുന്നത്. വിഷാദം നിറഞ്ഞിരിക്കുന്നതിന്റെ മനസ്സ്, നിരാശപ്പെട്ടിരിക്കുന്നതിന്റെ മനസ്സ്, മരിച്ചാൽ മതി എന്ന് പറഞ്ഞതിന്റെ മനസ്സ്, കടക്കടി കൊണ്ട്, ഭാരം കൊണ്ട്, രോഗം കൊണ്ട്, കട്ടത കൊണ്ട്, കുടുംബ ജീവിത പ്രശ്നം കൊണ്ട്, ഭാര്യ ഭർത്തൃ വിഷയം കൊണ്ട്, അമ്മായി മരുമകൾ പ്രശ്നം കൊണ്ട് നിന്റെ മനസ്സ് കലങ്ങി കലക്കവെള്ളം പോലെ ഇരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്റെ മനസ്സിന് ചൈതന്യം തരുവാൻ യേശുവിന് കഴിയുമെന്നാണ്. ഹല്ലേലൂയ. നിന്റെ മനസ്സിന് ചൈതന്യം തരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ 3 സ്ഥലങ്ങളിൽ വെച്ച് ദൈവത്തെ ഓർക്കുക. ഒന്ന് യോർദാൻ പ്രദേശം, ഇസ്രായേലിന്റെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ വേണ്ടി ഉണങ്ങിയത്, ഹല്ലേലൂയ, ഉണങ്ങിയ നിലം കൊടുത്തത്, ഹല്ലേലൂയ, ദൈവം ഓർക്കുക. ബാശാ രാജാവായ ബാശാ രാജാവ് ഓഗും അമോര്യ രാജാവായ സീഹോനും തോൽപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഹെർമോൻ എന്ന് പറയുന്നത്. മിസാർമല ന്യായപ്രമാണം കൊടുക്കപ്പെട്ട സീനായ മലയോട് ബന്ധിപ്പിക്കുകയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും സങ്കീർത്തനക്കാരൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, നിന്റെ സങ്കടങ്ങളെയും ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? 103-ാം സങ്കീർത്തനം 1-ാം വാക്യമാണല്ലോ. നമുക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത സൈഡിൽ, നാളെ നമ്മൾ പറയും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ യഹോവയെ വാഴ്ത്തുക. അതെ, നിന്റെ ആത്മാവിനോട്, നിന്റെ മനസ്സിനോട് നീ സംസാരിക്കണം. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശുവിന് കഴിയും കേട്ടോ. കണ്ണുകളുടെ ചാട്ട്, കരഞ്ഞു കലങ്ങി മനസ്സിനോട്, തകർന്നിരിക്കുന്ന മനസ്സിനോട്, നിരാശപ്പെട്ടിരിക്കുന്ന മനസ്സിനോട്, രോഗിയായി കിടക്കുന്നതിനോട്, കടക്കണിയാൽ കടന്ന് ജപ്തി നടപടി നേരിടുന്ന വിവിധ വിഷയങ്ങളാണ് ഒറ്റപ്പെട്ടു പോയ അനുഭവത്തിൽ നീ ഭാരപ്പെടുകയാണോ? ഇതുപോലെ കർത്താവ് നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യം കൗമാരി യൗവനത്തിലും വാർത്തതിരാലും വരും വൃത്തരും അശ്വന യാച ഓർഫനച്ചോളുടെ തടവറയിലായിരിക്കുന്ന സകല ജനത്തിൽ രാജ്യരാഷ്ട്രതലമോ രാജകമരമോ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള വേദ ഗോത്രങ്ങൾ ദ്വീപുകൾ ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവിന്റെ കരസേന വ്യോമ താമസാധികാരികൾ കർത്താവ് സകല ജനത്തെയും ജാതി മത വർഗവർണ്ണ വ്യത്യാസം കൊണ്ടുവിട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്. ഈ മനുഷ്യൻ വിവിധ തലങ്ങളിൽ മനസ്സിന് ഹൃദയത്തിൽ മുറിവേറ്റ് മരണം മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന അനവധി കുടുംബങ്ങൾക്കകത്ത് കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം ചൈതന്യമായി മാറി അവിടെ വീക്ഷകൾക്ക് ഒരു പരിഹാരമായി തീരുവാൻ പ്രാർത്ഥന. ഒറ്റപ്പെട്ടു പോയവർ, കുടുംബത്തിൽ നിരാശപ്പെട്ട, കുടുംബജീവിതം തകർന്നവർ, കടക്കടിയാൽ ബിസിനസ് തകർന്ന് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, മാരകമായ രോഗത്തിന് അതിനായി കിടക്കുന്ന, സാമ്പത്തിക കടക്കടി കടന്നു പോകുന്ന മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ നിരാശപ്പെട്ട് ജീവിതത്തിൽ ദുഃഖവുമായി കടന്നു പോകുന്ന അനവധി ആളുകൾ കർത്താവ് ഇവർക്കെല്ലാം സമാധാനം, സന്തോഷം, ആശ്വാസം കൊടുക്കണമേ. ആരും സ്വയം ജീവിതം ഒടുക്കിക്കളയാതെ ദാവീദിനെ പോലെ സ്വന്തം മനസ്സിനോട് ആത്മാവോട് സംസാരിച്ച് ഹൃദയത്തിൽ ചൈതന്യം പ്രാപിക്കുന്ന അനുഭവം സകല ജനത്തിന് കൊടുക്കണമേ. ലോകരാജ്യങ്ങളുടെ സമാധാനത്തിൽ പ്രാർത്ഥിക്കുന്നു. മത, സാമൂഹ്യ, സംസ്കാര, മാധ്യമ, മീഡിയ രംഗത്ത് സൈനികമാൻ ചരിത്രമാധ്യ എല്ലാ ജനത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ. കർത്താവി ജനത്തിന് ആശ്വാസം, സമാധാന, സ്വസ്ഥതയും കൊടുക്കണമേ. കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ. കർത്താവി സകല ജനത്തെയും കണ്ണുനീർ തുടയ്ക്കുക പ്രാപ്തനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ഹൃദയം തുടങ്ങിയവർക്ക് സമീപസ്ഥൻ മനസ്സ് തകർന്ന് രക്ഷിക്കുന്നുള്ള ദൈവത്തിന്റെ വചനം ഇതുപോലെ കർത്താവിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വചനം ഇറങ്ങി വരട്ടെ. സ്വസ്ഥത, സന്തോഷമുള്ള ജീവിതം കൊടുക്കണമേ. സകലത്തിന് നീതി വെളിപ്പെടുത്തേണ്ട യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.